ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്സ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ഇനി ഒരു റോബസ്റ്റ് പഴം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായി അടിച്ചെടുക്കണം. ഇനി ഈ അടിച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് പൊടിച്ചെടുത്ത ഓട്സ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പൊടിച്ച ഓട്സാണ് ചേർക്കുന്നത്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കേക്കിന് വേണ്ടി തയ്യാറാക്കുന്ന ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓട്സിൻ്റെ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ മിക്സിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ പൊടി ചേർത്താലും മതി. കൂടുതൽ ടേസ്റ്റ് വാനില എസൻസ് ചേർക്കുമ്പോഴാണ് കിട്ടുക. ഇനി ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്തെടുത്ത 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർക്കാം. ഇതിനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്കിൽ ഇടയ്ക്ക് മുന്തിരി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി ഇത് മൂടി വെച്ചൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. പരന്ന ഫ്രൈയിങ് പാനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എണ്ണ ഒഴിച്ച് 3-4 എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. കുറച്ച് ഓയിൽ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.